ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കൈകളിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായി നമ്മൾ ഗൗരവമായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മളിത് പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പോലും പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്നില്ല. 43-ാം സങ്കീർത്തനം ഇങ്ങനെയൊരു പ്രാർത്ഥനയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ വല്ലാത്തവരും ദുഷ്ടന്മാരുമായവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്. അങ്ങനെ വേദപുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവഭക്തന്മാരൊക്കെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിരുന്നു. അവർ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാനായിട്ട് അവർ അഭ്യർത്ഥിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ വരുന്ന ഈ പ്രാർത്ഥന വിഷയങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. തലേ കൈവെക്കും. വിവാഹബന്ധത്തിലൊക്കെ അകപ്പെട്ട് വല്ലാത്ത മനുഷ്യരുടെ കൈകളിൽ പെട്ടിട്ട് ഇട്ടേച്ചു പോകാൻ പറ്റുമോ, ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കഠിനമായ കഷ്ടതകളിൽ, വേദനകളിൽ അകപ്പെട്ടു പോയ ധാരാളം പ്രിയപ്പെട്ടവരെ കാണാറുണ്ട്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ഐസ്ക്രീമും സ്നേഹവുമൊക്കെ കാണിച്ച് വിളിച്ചുകൊണ്ടുപോയി ബന്ധനത്തിലാക്കുന്ന വല്ലാത്ത മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ സ്കൂളൊക്കെ തുറക്കാനായിട്ട് പോവുകയാണ് കേരളത്തിൽ ജൂൺ മാസത്തിൽ. നമുക്കറിയാം ഈ ലഹരിയുടെയൊക്കെ പ്രശ്നങ്ങൾ എത്രത്തോളം ഭീകരമാണെന്നുള്ളത്. എനിക്കറിയാവുന്ന ഒരുപാട് ചെറുപ്പക്കാർ 30-32 വയസ്സായി ഡ്രഗ് അഡിക്ഷനിലായി, അവരെ ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെയായി പ്രാർത്ഥിച്ചു പോലും അവരെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റാത്ത നിലകളിൽ പലരും അകപ്പെട്ടു പോയി. ഒത്തിരി പേരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ ചെന്നുപെടുന്നതിനേക്കാൾ നല്ലത് പെടാതിരിക്കുന്നതല്ലേ? അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? വളരെ ഗൗരവമായി നമ്മൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. 43-ാം സങ്കീർത്തനം ആരാണ് എഴുതിയതെന്ന് നമുക്കറിയില്ല. എഴുതിയത് ആരുമായിക്കൊള്ളട്ടെ. ദാവീദാണെന്ന് പറയുന്നു, കോരഹപുത്രന്മാരാണെന്ന് പറയുന്നു. ആരായാലും ഈ ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്? ചതിയും അതുപോലെ വഞ്ചനയുമുള്ള മനുഷ്യരുടെ കൈകളിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുക. 43-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം മുതൽ തന്നെ ഈ പ്രാർത്ഥനയാണ്. അനീതിയുള്ള, വഞ്ചനയുള്ള മനുഷ്യരുടെ കൈകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. രക്ഷിക്കണമെന്ന് മാത്രമല്ല, തൻ്റെ വിഷാദത്തിനും തൻ്റെ ദുഃഖത്തിനുമെല്ലാം കാരണം ഇത്തരത്തിലുള്ള ചില മനുഷ്യരായിരുന്നെന്ന് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഈ എല്ലാ ശനിയാഴ്ചകളിലും തുടർച്ചയായിട്ട് സങ്കീർത്തനമാണ് ധ്യാനിക്കുന്നത്. അപ്പം ഞാൻ ഈ വേദഭാഗവുമായിട്ട് ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ എന്താ കർത്താവെ പറയേണ്ടതെന്ന് കരുതി ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ ചിന്തകൾ 35 മുതലുള്ള അധ്യായങ്ങളിൽ നിന്ന് വന്നപ്പോൾ ഈ 43-ാം സങ്കീർത്തനം 35 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, 35-ാം സങ്കീർത്തനം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ വിടാതെ പിന്തുടരുന്ന വല്ലാത്ത മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ബൈബിൾ അവരെ വ്യത്യസ്തമായ പേരുകളിലാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വാക്കുകളുടെ അർത്ഥം നമ്മളൊന്ന് ഗ്രഹിച്ച് ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. 35-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന എന്താണെന്നറിയാമോ? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാർ. മുൻപൊരിക്കൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ദ്രോഹിക്കുന്നവർ. ഈ ചിലരൊക്കെ എന്തിനീ ദ്രോഹിക്കുന്നതെന്ന് അവർക്കും അറിയത്തില്ല. നമ്മൾ അവരോട് എന്ത് ദ്രോഹം ചെയ്തതെന്ന് നമുക്കും അറിയില്ല. പക്ഷെ പിന്നാലെ നടന്ന് കുത്തുന്നവർ, പിന്നിൽ നടന്ന് ഉപദ്രവിക്കുന്നവർ, പ്രാണന് പോലും അനാഥത്വം വരുത്തുന്നവർ, ഇങ്ങനെയുള്ള മനുഷ്യരാണ് കടുത്ത വിഷാദത്തിലേക്ക് ഈ ദൈവഭക്തനെ തള്ളിക്കളഞ്ഞ്. അങ്ങനെ പെട്ടുപോയല്ലോ, ജീവിതം തകർന്നല്ലോ, അയ്യോ ഇനിയും മറ്റൊരു വഴിയില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് അദ്ദേഹം ഇരിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം ഈ പ്രശ്നത്തെ ദൈവമുമ്പിലേക്ക് കൊണ്ടുപോയി. 43-ാം സങ്കീർത്തനം ഒരു പ്രാർത്ഥനയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പുതിയ നിയമത്തിലേക്ക് പോകാം. പുതിയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് പിതാവ് പുത്രനെ, ദൈവപുത്രനായവനെ മാനവജാതിയുടെ രക്ഷയ്ക്കായി ലോകത്തിലേക്ക് അയച്ചപ്പോൾ ദുഷ്ടന്മാരായ റോമൻ പടയാളികളുടെ കൈകളിൽ ഏൽപ്പിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഒരു ദയയുമില്ലാതെ, മനുഷ്യത്വവുമില്ലാതെ അവിടുത്തെ മുഖത്ത് തുപ്പി രോമങ്ങൾ പറിച്ച്, അതേ ചമ്മട്ടി ഉപയോഗിച്ച് പുറമൊക്കെ ഉഴവുചാലുകൾ പോലെ ഉഴുത് ഒരു മനുഷ്യനോടും
കൊലപാതകന്മാരോടോ കുറ്റവാളികളോടോ പോലും ചെയ്യാൻ പാടില്ലാത്ത നിലയിൽ മനസാക്ഷിയില്ലാതെ പെരുമാറിയ റോമൻ പടയാളികൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ലോകത്തിൽ പണ്ടുണ്ടെങ്കിൽ ഇന്നുമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് അല്ല കാര്യം. ദൈവമേ, എൻ്റെ തലമുറ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ദൈവദാസന്മാർ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വ്യത്യസ്തമായ നിലകളിൽ കർത്താവിൻ്റെ വേലയ്ക്കും ദൈവരാജ്യത്തിനും വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ആളുകൾ, അവരൊന്നും ഇങ്ങനെയുള്ള മനുഷ്യരുടെ കൈകളിൽ അകപ്പെട്ടു പോകല്ലേ എന്നുള്ളത് ഗൗരവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളിത് പ്രാർത്ഥിക്കാറില്ല, ഇല്ലേ? നമ്മൾ പ്രാർത്ഥന ആവശ്യപ്പെടാറും ഇല്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഈ കുടുംബ ജീവിതത്തിലേക്കൊക്കെ ഈ പ്രവേശിക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ അനുഭവങ്ങൾ പലതും കേൾക്കുമ്പം ചങ്കിടിപ്പാണ് കൂടുന്നത്. കാരണം കല്യാണം കഴിച്ച് വയറ്റത്ത് തൊഴിച്ചവർ, പെരയ്ക്കകത്ത് കയറ്റാത്തവർ, സമൂഹത്തിൽ ആത്മീയരായി ജീവിക്കുന്ന അധമന്മാരായ ആളുകൾ, അങ്ങനെയൊക്കെ അവരെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സത്യത്തിൽ ഇങ്ങനെയൊന്നുമുള്ളവർ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ഒരു തരത്തിലും പങ്കാളികൾക്ക് പരിഗണന കൊടുക്കാത്തവർ, അവരെ അംഗീകരിക്കാത്തവർ, അവരുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും തിരിച്ചറിയാത്ത മൃഗതുല്യരായ മനുഷ്യർ, ഇങ്ങനെയൊക്കെയുള്ളവരുടെ കയ്യിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പോയി പെട്ടാൽ അത് എല്ലാ കാലത്തേക്കും പെട്ടതാണ്. അതുകൊണ്ടാണ് ദൈവഹിതം ചോദിച്ച്, ദൈവത്തോട് ആലോചന ചോദിച്ച്, ഉപവസിച്ച്, പ്രാർത്ഥിച്ച്, ധൃതി വെക്കാതെ വളരെ ആലോചിച്ച് ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരുന്ന് ഗൗരവത്തോടെ ചുവടുകൾ വെക്കണമെന്നുള്ളത്. അങ്ങനെയൊക്കെ വെക്കുന്ന ചുവടുകളിൽ അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാതെ ഉടയവനായ ദൈവം കാത്തുകൊള്ളും. വിഷയത്തിൽ നിന്ന് മാറുകയല്ല, ഈ 43-ാം സങ്കീർത്തനം ഗൗരവമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം 43-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ ഭക്തികെട്ട ജാതിയുടെ കയ്യിൽ നിന്ന്, അടുത്തത് വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ദൈവമേ എന്നെ വിടുവിക്കണമേ. ദൈവത്തിൻ്റെ പ്രകാശം, ദൈവത്തിൻ്റെ വെളിച്ചം എന്നെ നടത്തട്ടെ, അത് എന്നെ ശരിയായിടത്തേക്ക് നടത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവഭക്തന്മാരോടൊപ്പം നമ്മൾ ഓരോരുത്തരും ഈ പ്രാർത്ഥന ഗൗരവമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്ക് ഞാൻ ചെല്ലും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെ തരണം ചെയ്യണമെങ്കിൽ വാസ്തവമായി ദൈവം മുമ്പിലേക്ക് നമ്മൾ ചെന്നേലേ പറ്റത്തുള്ളൂ. അതിന് ഇന്നത്തെ ഈ ഒരു 43-ാം സങ്കീർത്തനം വെറും സങ്കീർത്തനത്തിൻ്റെ ചരിത്രം വിളമ്പാനല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് പറ്റുന്നത്, പ്രാർത്ഥിക്കുന്നവർ ഗൗരവമായി ഈ ഒരു ഭാഗം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുമ്പോൾ പല സമയങ്ങളിലും ദുഷ്ടങ്കൽ നിന്ന് വിടുവിക്കപ്പെടുവാനും ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കാനും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദുഷ്ടൻ എന്നുള്ള നിലയിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ദുഷ്ടന്മാരെന്ന് പറയുന്നത് പിശാചാണല്ലേ, ദുഷ്ടപിശാചാണ് എന്നുള്ളതാണ്. പക്ഷേ മറ്റുള്ള ഭാഗങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദുഷ്ടപിശാച് മാത്രമല്ല, ദുഷ്ടരായ മനുഷ്യരുണ്ട്. ആ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികൾക്ക് എഴുതുമ്പോൾ 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, ആ വാക്യങ്ങളിൽ ഒന്നാമത് അദ്ദേഹം പറയുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം എല്ലായിടത്തും എത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ ഉത്തരവാദിത്തമാണത്. കാരണം നമുക്കറിയില്ലേ, ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലുമൊക്കെ ഇരുളിൽ കിടക്കുന്ന, അന്ധകാരത്തിൽ കിടക്കുന്ന എത്രയോ ആളുകൾ ഈ ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത അനാചാരങ്ങളിലും ദുരാചാരങ്ങളിലുമൊക്കെ ജീവിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവവചനം അവിടെ എത്താൻ നമ്മൾ പ്രാർത്ഥിക്കണം. 2, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകളാണ്, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കൈകളിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കണം. ഈ ചിലർ പറയുന്നേ, ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക.
ചിലർ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. പക്ഷെ പൗലോസിൻ്റെ വാക്കുകൾ അങ്ങനെയല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യമാണ്. ചിലർ പറഞ്ഞ് എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട, അവരുടെ വിഷയങ്ങൾ പങ്കുവെക്കാൻ അവർക്ക് മടിയാണ്. എന്തോ ഏതോ ആണെന്നുള്ള ധാരണകളാണ് പല സമയത്തും പല ആളുകളെയും ഭരിക്കുന്നത്. പക്ഷെ ഇത്രയും ആത്മീക ശുശ്രൂഷയുടെ ഉത്തുംഗ കോടിയിൽ നിന്നിട്ടും അല്പം പോലും നിഗളമില്ലാതെ താഴ്മയോടെ നിന്ന ദൈവമനുഷ്യൻ തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്? വല്ലാത്ത മനുഷ്യർ, ദുഷ്ടന്മാരായവർ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ തികഞ്ഞ ആത്മീയതയും ദൈവത്തോടുള്ള ബന്ധത്തിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, മനുഷ്യരെല്ലാം നല്ലവരാണ്, മനുഷ്യരെല്ലാം സ്നേഹമുള്ളവരാണ്, എല്ലാ മനുഷ്യരും നല്ലവരാണെന്നുള്ളത്. പക്ഷെ കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കും, എല്ലാ മനുഷ്യരും നല്ലവരല്ല. എല്ലാവർക്കും വിശ്വാസമില്ലല്ലോ. പൗലോസ് പറയുകയാണ്. ഇതിനോട് ചേർത്ത് മറ്റു ചില വാക്കുകൾ ഞാൻ ദൈവവചനം ധ്യാനിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇടപെടുന്ന സമൂഹം ആത്മീക മേഖലയിലേക്ക് ഞാൻ പോകുന്നില്ല, അവിടെ ഇതൊക്കെ ഉണ്ട്. കാരണം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ ദൈവം ധാരാളം അനുഭവങ്ങളിലൂടെ ഞങ്ങളെ നടത്തിക്കൊണ്ട് പോവുകയാണ്. കാരണം ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പം നമുക്കൊന്ന് സീരിയസ് ആകാൻ, പ്രാർത്ഥിക്കാൻ, ദൈവമേ ഈ അകപ്പെട്ട് കിടക്കുന്നവരെ അവരെ എങ്ങനെ അതിൽ നിന്ന് ഒന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവദാസനെ എന്നൊക്കെ പലരും ചോദിക്കും. കിലോമീറ്ററുകൾക്കപ്പുറത്ത്, രാജ്യങ്ങൾക്കപ്പുറത്ത്, കടലുകൾക്കപ്പുറത്ത് ഇരുന്ന് ചോദിക്കുന്നവരോട് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? നമ്മുടെ ഇവിടെ ഒരു ആത്മീക കൂട്ടായ്മയിലോ അടുത്തോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് അവർക്ക് വേണ്ടി പോയിരുന്ന് പ്രാർത്ഥിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയുമായിരുന്നു. അപ്പോൾ പലതിനും പരിമിതികളുണ്ട്. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഈ അകപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തിമത്തിയോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 3 അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ അന്ത്യകാലത്തെ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കണം. 17-18 കൂട്ടം കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാം ഞാൻ പറയുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. പക്ഷേ അതിൻ്റെ അകത്തെ ചില പ്രയോഗങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇണങ്ങാത്തവർ. ഇന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇണങ്ങത്തില്ല, പെട്ടെന്ന് പെട്ടെന്ന്. ഇന്നൊരു ദൈവവൈതലിൻ്റെ ഗുണമല്ല. ചിലർ ക്ഷിപ്രകോപികളാണ്, നിരിപ്പി പൊട്ടിത്തെറി. ഒരു പറയുന്ന വാക്കിൻ്റെ വാലിൽ പിടിക്കുന്ന ആളുകളുണ്ട്, ഇല്ലേ? ഇണങ്ങാത്തവർ, ഉഗ്രന്മാരെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മളൊരു ഗുണം കണ്ടാലും സന്ധിക്കൊന്നും മിണ്ടാതെ അവിടുന്ന് തടി ഊരുന്നതാണ് നമുക്ക് നല്ലത്. ഉഗ്രന്മാർ, നന്ദി കെട്ട തലമുറയുണ്ട്. ഒത്തിരി മാതാപിതാക്കൾ വിളിച്ച് പറയുന്നുണ്ട്, ദൈവദാസനെ ചായ പോലും കുടിക്കാതെ, ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ അവനെ പഠിപ്പിച്ചു, അവളെ പഠിപ്പിച്ചു, എൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ വളർത്തി. എവിടെയാണ് പിഴച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല, എവിടെയാണ് പറ്റിയതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു നന്ദിയില്ലാതെ ഇറങ്ങിപ്പോക്കളഞ്ഞു, ഒന്ന് വിളിക്കത്തു പോലുമില്ല. നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നതൊക്കെ വെറുതെ ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, നല്ല സ്കൂളുകളിലൊന്നും പഠിപ്പിക്കാതെ ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ പഠിച്ചിട്ട് ഉള്ള സമയം സന്തോഷത്തോടെ ജീവിക്കുക. പക്ഷെ ഞാനൊരു കാര്യം വിശ്വസിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഭക്ഷണം മാത്രമല്ല, പഠനം മാത്രമല്ല, അവരുടെ ആത്മീക നിലവാരത്തിൽ ഗൗരവമായി ശ്രദ്ധിക്കണം. അവർ വഴിമാറി സഞ്ചരിക്കുന്നുണ്ടോ, രാത്രിയിൽ അവർ ഉറങ്ങുന്ന സമയം, കൂട്ടുകാരോടുകൂടി അവർ പോകുന്ന ഇടങ്ങൾ ഒക്കെ ഗൗരവത്തോടെ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കണം. ഏറ്റവും ഉപരി നമ്മളവർക്ക് മാതൃകകളാകണം. നമ്മുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കണം. ഈ ദിവസങ്ങളിൽ ഇവിടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് ആണ്. ഞാൻ ഒട്ടുമിക്ക കുഞ്ഞുങ്ങളോടും ഫാസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അതിൻ്റെ അകത്ത് 7 ദിവസമൊക്കെ നേരത്തെ എടുത്തവരുണ്ട്. പല കുഞ്ഞുങ്ങളും ഉപവാസമാണ്. ഇന്നലെയൊക്കെ അവരിൽ പലരും മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഒരു ആത്മനിറവിൻ്റെ ഒരു ശുശ്രൂഷ നടന്ന് ദൈവകൃപയാൽ പല കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മശക്തിയാൽ നിറയപ്പെട്ടു. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ, യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ, ആരും നിങ്ങളെ ഉപദേശിച്ച് തരണ്ട.
സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാം കാണിക്കുന്ന കണ്ണും കൈയും കാലുകളും ഒന്നും ശരിയൊന്നുമല്ല. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് നിൽക്കുന്ന വഞ്ചകന്മാരായ ആളുകളുണ്ട്. അവരോട് സ്നേഹം നടിച്ച് അവരോട് സൗമ്യമായി സംസാരിച്ച് പലതും മേടിച്ചു കൊടുത്ത് അപ്പനും അമ്മയും ഒക്കെ വഴക്ക് പറയുമ്പോൾ മക്കൾക്ക് ഇഷ്ടമല്ല. പക്ഷെ പുറത്തുനിന്ന് ഒരുത്തം വന്ന് ചക്കരെ തേനെ പാല് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഏറ്റെടുത്ത് അതിൻ്റെയൊക്കെ പുറകെ ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന വഞ്ചകന്മാരായ ദുഷ്ടന്മാരായ ഉഗ്രന്മാരായ ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇല്ലേ? ഇണങ്ങാത്തവർ, നന്ദിയില്ലാത്തവർ, എത്ര കൊടുത്താലും ഒരു നന്ദിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പാരറ്റിനെ മേടിച്ച് തരണം, തത്തേ. അപ്പം തത്തയെ മേടിച്ച് കൊടുക്കാൻ ആ പൈസ ചിലവാക്കാൻ ഉള്ള ബുദ്ധിമുട്ട്. 2, നമ്മൾ മിക്ക സമയങ്ങളിൽ ഇങ്ങനെ ശുശ്രൂഷകളുമായിട്ടൊക്കെ ഉള്ള യാത്രയിലും കാര്യങ്ങളും ആയതുകൊണ്ട് ഇതിനെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഒരു ജീവിത രീതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല മക്കളെ വേണ്ട, നമുക്കത് വേണ്ടാന്ന് പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചതാണെന്ന് തോന്നുന്നു. എൻ്റെ കുടുംബത്തിൽ പോയിരുന്നപ്പം എൻ്റെ മോൻ്റെ തലയിൽ ഒരു തത്ത വന്ന് ഇരുന്നു. ഞങ്ങളിതിനെ പിടിച്ചു. നമ്മുടെ ചർച്ചിൽ ഇതിനെ വളർത്തുകയും ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യുന്ന ഒരു ജിതിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. വാട്സാപ്പിൽ ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞു, ജിതിനെ തന്നെ ഇങ്ങനെ ഒരു സാധനം കിട്ടി. എന്നോട് പറഞ്ഞത് പൈനാപ്പിൾ കൊണൂറാണ്. അപ്പം ഇത് എവിടുന്നോ പറന്നു വന്നതാ, അതിനെ വിടരുത്, വിട്ടാൽ അത് ചത്തുപോകും. കാരണം അതിന് തന്നെത്താൻ ആഹാരം കഴിക്കാനുള്ള കഴിവില്ല. അപ്പോൾ ചുറ്റുപാടുമുള്ള വീടുകളിലും എല്ലാം അന്വേഷിച്ചപ്പം അവിടെ നിന്നും ആരുടേതും പോയിട്ടില്ല. അപ്പം എന്താ ചെയ്യുന്നത്, ഒരു കൂടൊക്കെ മേടിച്ച് ഇതിനെ വളർത്തി. ഇവിടെ തീറ്റയ്ക്കൊക്കെ നല്ല പൈസയാണ്. അതായത് 180-200 രൂപയോളം വില വരുന്നുണ്ട്. ഒരാഴ്ച 2 ആഴ്ചത്തെ തീറ്റ വരും. അപ്പം ഒത്തിരി കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ, അവർ പ്രാർത്ഥിച്ച് കിട്ടിയതാണോ എന്തോ ആണെന്നറിയില്ല. എന്തായാലും പ്രാർത്ഥിച്ച് കിട്ടിയാണെന്ന് ഞാൻ ചിന്തിക്കുക. അവർ കുറേ നാളായിട്ട് പറയുന്നുണ്ട് അവരുടെ ആഗ്രഹത്തെ ദൈവം ഓർത്ത്. അപ്പം മേടിച്ച് കൊടുക്കത്തില്ലെന്ന് അവർക്കറിയാം. അപ്പം കിട്ടി, ഇവർ വളർത്തി. 5-6 മാസം കഴിഞ്ഞിട്ട് ഇറക്കി വെളിയിലോട്ട് വിട്ടപ്പം അത് പോകാൻ ശ്രമിക്കുക. കൂട്ടി കിടക്കുമ്പോഴും കയ്യിലിരിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമാണ്. അപ്പം ഞാൻ ഈ കടയിൽ പോയിട്ട് അവരോട് ചോദിച്ചു, ഇത് എന്തിന് ഇറങ്ങിപ്പോന്നേ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇത് ഇണങ്ങത്തില്ല. അപ്പം എത്ര തീറ്റ കൊടുത്താലും നട്ട്സ് കൊടുത്താലും അതിനുള്ള വൈറ്റമിൻ കൊടുത്താലും അത് ഇണങ്ങത്തില്ല. അതിൻ്റെ സ്വഭാവം അതാണ്. അപ്പം ഈ ഒരു സ്വഭാവം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പോലെ മനുഷ്യൻ്റെ ഒക്കെ ഉള്ളിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ, ഉഗ്രന്മാർ, നിഗളികൾ, ഭോഗപ്രിയർ, ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവർ. കണ്ടോ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ അകത്ത് ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് പറയുന്നത് പൗലോസ് മറ്റുള്ളവരോട് പറയുകയാണ്, തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിന്? ഞങ്ങൾ വിടുവിക്കപ്പെടാൻ. പ്രിയമുള്ളവരെ, നിങ്ങളോടൊക്കെ ദിവസവും ദൈവവചനമൊക്കെ പ്രസംഗിക്കുന്ന ഞങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, കന്തമാലിൽ പണ്ട് ദുഷ്ടന്മാരായ മനുഷ്യരുടെ കൈകളിൽ ഒരു സിസ്റ്ററിനെ കിട്ടിയപ്പം അർത്ഥനഗ്നരായി കിലോമീറ്ററുകൾ നടത്തിയ സംഭവങ്ങൾ കണ്ടില്ലേ? നമുക്ക് ദൈവാത്മാവ് ഉള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കുവാൻ നമ്മളൊക്കെ വേദനപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ ഗ്രഹാം സ്റ്റെയിൻസിനെയൊക്കെ ചുട്ടുകൊന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം പ്രാർത്ഥിക്കണം. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. നമ്മുടെ ആത്മമണവാളനായ കർത്താവ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ റോമൻ സൈനികരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടവർ, ആ ദുഷ്ടർ ചെയ്തത് എന്താ? നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ, ദൈവമേ, ഇത്തരത്തിലുള്ള മനുഷ്യരുടെ കൈകളിൽ ഞങ്ങളുടെ കുടുംബം അകപ്പെടരുത്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അകപ്പെടരുത്, ഞങ്ങളുടെ മക്കൾ അകപ്പെടരുത്, ഞങ്ങളുടെ സമൂഹം അകപ്പെടരുത്. ഞങ്ങളുടെ ദേശത്തിന് ഒരു മാനസാന്തരം ആവശ്യമാണ്. എത്ര പേർ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും? ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. കാരണം അകപ്പെട്ടാൽ സംഭവിക്കുന്ന വിപത്ത് ഭയാനകമായിരിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അകപ്പെട്ടാൽ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. വളരെ വേഗത്തിൽ ഈ സങ്കീർത്തനം പറഞ്ഞ് നിർത്തുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. അപ്പം ഈ
43-ാം സങ്കീർത്തനത്തിൽ തൻ്റെ വിഷാദത്തിനും തൻ്റെ വേദനകൾക്കുമെല്ലാം കാരണം ഇത്തരത്തിലുള്ള മനുഷ്യരായിരുന്നു. ഈ ബിസിനസ്സിലൊക്കെ പാർട്ണർഷിപ്പിലൊക്കെ പെട്ടിട്ട് ഒന്നുമില്ലാതായിപ്പോയ ചതിക്കപ്പെട്ട സത്യസന്ധരായ ധാരാളം ആളുകൾ ഉണ്ട്. എത്ര പേരാ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ വിളിച്ചു പറയുന്നത്. അവരുടെയൊക്കെ പേരുകളും ഒക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ച് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പരസ്പരം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. 2-ാമത്തെ വാക്യത്തിൽ ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നത്, അതെ, എന്തുകൊണ്ടാണ് ദൈവമേ അവിടുന്ന് എന്നെ തള്ളിക്കളഞ്ഞതാണോ എന്നൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കുകയാണ്. നമ്മളും ഇതിൻ്റെയൊക്കെ ഉത്തരം ആർക്കും തരാൻ പറ്റത്തില്ല. ഇതിൻ്റെയൊക്കെ ഉത്തരം ദൈവസന്നിധിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ചില സമയങ്ങളെങ്കിലും നമുക്കൊന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ദൈവമേ, എന്നെയും എൻ്റെ തലമുറകളെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങൾക്കറിയാവുന്നവരെയും ഒക്കെ ദുഷ്ടന്മാരുടെ കൈകളിൽ ദൈവം അകപ്പെടുത്തരുത്. 2, ഞങ്ങളുടെ രാജ്യത്തെ ഭരിക്കുന്നവർ, ഞങ്ങളുടെ സംസ്ഥാനത്തെ ഭരിക്കുന്നവർ ദുഷ്ടന്മാരായി തീരല്ലേ. അവർക്ക് ശാന്തത ദൈവം കൊടുക്കണമേ. ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കൃപ കൊടുക്കണമേ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകളാണ്. ഈ സങ്കീർത്തന ധ്യാനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ വിഷയങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വല്ലാത്തവരും ദുഷ്ടന്മാരുമായവരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പരിപാലിക്കണം. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, പ്രത്യേകിച്ച് അക്കാഡമിക് ഇയറൊക്കെ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ദൈവമേ അവർ വല്ലാത്തവരുടെ കൈകളിലൊന്നും അകപ്പെടാൻ ദൈവം അനുവദിക്കല്ലേ. പിശാച് ഒരിക്കലും അവരെ തന്ത്രത്തോടെ ഒതുക്കിക്കളയാൻ ഇടയാകരുത്. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ്.